ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലവ് ആൻഡ് ലാവെൻഡർ. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് എനിക്കെങ്ങനെ 1 മന്ത് കൊണ്ട് ഒരു 1 മന്ത് ടൈം പീരീഡ് കൊണ്ട് തന്നെ 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. മാത്രമല്ല, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയൊരു ടൈം പീരീഡ് കൊണ്ട് തന്നെ എനിക്ക് 1K ആയിരുന്നു. ഇപ്പം എനിക്ക് 3.16K അങ്ങനെയുണ്ട്. അപ്പം എനിക്കിങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു തരത്തിൽ ഭാഗ്യം തന്നെയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്, ഞാൻ ഈ ഒരു യൂട്യൂബ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ആദ്യം ഞാനൊരു ഫസ്റ്റ് ഒരു ഷോർട്ട് ഇട്ടതേ ഉള്ളൂ. ഒരു ഫുഡിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഇട്ടു. അത് ഞാൻ ഇട്ടത് മാർച്ചിലായിരുന്നു ഇട്ടത്. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്യാൻ തുടങ്ങിയത് ജൂൺ 2 ഞാൻ പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയത്. ജൂൺ 2 മുതൽ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ജൂലൈ ആകുമ്പോഴേക്കും എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടി. ഇപ്പം ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് 3 something ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ ഒരു താല്പര്യം വേണം. ഓക്കെ, നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നു, നമുക്ക് അതിനോട് അത്രത്തോളം താല്പര്യമുണ്ട്, അതിനനുസരിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ തയ്യാറാകും. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെതായിട്ടുള്ള ഒരു താല്പര്യത്തിന് ഇറങ്ങിയ ഒരാളാണ്. യൂട്യൂബ് തുടങ്ങണം, കുറേ കാലമായിട്ട് ഇങ്ങനെ തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് എന്താണ് ഞാൻ അതിലോട്ട് ഇടാണ്ടത്, എന്ത് കാര്യങ്ങളാണ് ഞാൻ അതിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. കുറച്ച് കുക്കിംഗ് വീഡിയോസ്, പിന്നെ എൻ്റെയും മോളുടെയും കുറച്ച് വീഡിയോസ്, നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. പിന്നെ നമ്മുടെ ചെറിയ കുട്ടി വ്ളോഗുകൾ, മോളുടെ ശ്രീകുട്ടിയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് കരുതിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം നമ്മൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, നമ്മൾ എന്ത് വെച്ചിട്ടാണ്. ഇപ്പം നമുക്കിപ്പോൾ ആർട്ടാണെങ്കിൽ ആർട്ടിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് ആണെങ്കിൽ അതിൻ്റെ, അല്ലെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ അത്, ആ ഒരു ബേസിൽ നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ആയിട്ട് തന്നെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. കാരണം നമ്മളൊന്നിട്ട് പിന്നെ കുറേ കാലത്തേക്ക് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി റെഗുലറായിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 2-3 നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നല്ലത്. അത് കണ്ടിന്യൂസ്ലി ഇടാന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും ക്വാളിറ്റി ഇല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ടമാനം വീഡിയോസ് ഇടണം എന്നല്ല പറയുന്നത്. നമ്മൾ ലെങ്തി വീഡിയോസ് ആയാലും അല്ലെങ്കിൽ ഷോർട്സ് ഇടുന്നതായാലും കുറച്ചൊരു നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ കുറേ ഇടുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനൊക്കെയാണ് നമുക്ക് കുറച്ച് റീച്ചും കാര്യങ്ങളും കിട്ടുക. ആ ഒരു മോഡലിലോട്ട് നമ്മൾ പിന്നെയും വീഡിയോസ് ചെയ്യുക. കുറച്ച് ക്വാളിറ്റി ബേസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മൾ യൂട്യൂബിന് തന്നെ തോന്നും, ഓക്കെ, ഈ ഒരാൾ ജെന്യുവൻ ആയിട്ടുള്ള ഒരു യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെന്ന് തോന്നുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടും. അങ്ങനെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ മാത്രമല്ല, നമ്മൾ ലെങ്തി വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് ടൈമായിട്ടുള്ള വീഡിയോസ് ഇടാതിരിക്കുക. കാരണം നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം നമുക്ക് അതിൻ്റേതായ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം മുന്നേ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരെ പോലെ അത്ര പെർഫെക്ഷനും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവണമെന്നുമില്ല. അപ്പം നമ്മുടെ വീഡിയോസ് ഇരുന്ന് കാണാൻ ആൾക്കാർ അത്ര ഒരുപാട് താല്പര്യപ്പെടാനൊന്നുമില്ല. അപ്പം നമ്മൾ മാക്സിമം ഷോർട്ടായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഷോർട്സിൻ്റെ കാര്യമില്ല, ഞാൻ ലെങ്തി വീഡിയോസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോസിന് കുറച്ച് നല്ലൊരു ഫോണോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല ക്യാമറ കുറച്ച് ക്വാളിറ്റി ഉള്ള രീതിയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ വീഡിയോസ് ഏത് വീഡിയോനാണ് കുറച്ച് വ്യൂവേഴ്സ് കിട്ടുന്നത്, നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ ഇടുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മൾ ഏതിനാണോ വ്യൂവേഴ്സ് കൂടുന്നത് അതിൽ തന്നെ കുറച്ചും കൂടി വീഡിയോസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെയ്യാറുണ്ടെങ്കിൽ എൻ്റെ കുക്കിംഗ് വീഡിയോനെക്കാട്ടി എനിക്ക് വ്ളോഗ് ചെയ്യുമ്പോഴാണ് കുറച്ചൊക്കെ മോളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫും, പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഉള്ള വീഡിയോ, അതിനൊക്കെയാണ് എനിക്ക് ലെങ്തി വീഡിയോസിന് വ്യൂസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഷോർട്സിലായാലും എനിക്ക് മോളുടെ ഒരു വീഡിയോനാണ് ക്ലിക്കായിട്ടൊരു 1 million കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് കേട്ടോ. ചിലപ്പം നമ്മൾ ഭാഗ്യം കൂടി വേണ്ടി വരും.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, നമ്മൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഷെയർ ചെയ്യും പലർക്കും അല്ലേ. അപ്പം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികം ആൾക്കാർക്കൊന്നും എൻ്റെ അക്കൗണ്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ആൾക്കാർ 10ൽ കൂടുതൽ പോലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ഇടുന്നതായാലും ഞാൻ കണ്ടിന്യൂസ്ലി സ്റ്റോറി ഇട്ടിട്ടോ അല്ലെങ്കിൽ FBയിലോട്ട് പോസ്റ്റ് ചെയ്തിട്ടോ ഒന്നും ഞാൻ ചെയ്യാറില്ല. കാരണം നമ്മളിത് ഇടുമ്പോൾ ചിലപ്പോൾ ആൾക്കാരത് ഓപ്പൺ ചെയ്ത് നോക്കി നമ്മളൊന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോയിട്ടുണ്ടാകും, പക്ഷേ അത് ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ എന്താവും, നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്യുന്നു അപ്പം തന്നെ ക്ലോസ് ചെയ്യുന്നു, ആളുകൾക്ക് താല്പര്യമില്ലെന്നൊരു ഇത് വരും. അപ്പം നമുക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മുടെ യൂട്യൂബ് ചാനലിൽ അധികം പ്രൊമോട്ട് ചെയ്യത്തില്ല നമ്മുടെ വീഡിയോസ്. അപ്പോൾ അതിലും നല്ലത് നമ്മൾ അധികം ഷെയറും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി എൻഗേജ്ഡ് ആയിരിക്കുക, നമ്മൾ വീഡിയോസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് ക്ലിക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ സ്ഥിരം കണ്ട് ആളുകൾ എന്താവും, കുറച്ചെങ്കിലും വാച്ച് ടൈം കിട്ടും നമുക്ക്. അപ്പോൾ അത് പിന്നെയും യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ ഓവറായിട്ട് എല്ലാവർക്കും ഒന്നിങ്ങനെ ഷെയർ ചെയ്തിട്ട് ലൈക്ക് ഇടുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ചിലപ്പോൾ അവർ ലൈക്ക് ഇടുമായിരിക്കും, പക്ഷേ നമുക്കറിയാം നമുക്ക് യൂട്യൂബിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാച്ച് അവറാണ്. 4000 വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കൊടുക്കുന്നു, അപ്പോൾ അവരെ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് അവരിതൊന്നും ഫുള്ളായിട്ട് കാണുന്നുമില്ല. അപ്പം നമുക്ക് അതിനെ കൊണ്ട് ഗുണമല്ല ദോഷമാണ് ഉണ്ടാവുക. അപ്പം ഒരുപാടായിട്ടുള്ള ഓവറായിട്ടുള്ള ഈ ഷെയറിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനും അങ്ങനെയാണ് ചെയ്യാറ്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് വേണം എന്ന് തോന്നിയിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഒരാൾ ചെയ്യുന്നത് കണ്ടു, ഓക്കെ ഇവൾ തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ നാളെ ഞാനും തുടങ്ങിയേക്കാം, തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പണം കിട്ടും, ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം നമുക്കിതിൻ്റെ ഒരു പ്രോസസ്സ് ഇതിനെക്കുറിച്ച് അറിയാതെ കുറേ ആൾക്കാർ ഇതിലോട്ട് വരുന്നവരും ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്ത് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് പൈസ കിട്ടുന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന് നമുക്ക് 4000 വാച്ച് അവർ വേണം, 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, ഇങ്ങനെ കുറേ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോണിറ്റൈസേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൈസയും കാര്യമൊക്കെ കിട്ടാൻ തുടങ്ങും. അപ്പം നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കടമ്പ. അപ്പം അത് കിടക്കാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കും പെട്ടെന്ന് തന്നെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരിക്കൽ കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്